നാദാപുരം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് UDF പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തുകൊണ്ടിരിക്കുന്നത് UDF-കാരാണ് LDF നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ മാസം വോട്ടർ പട്ടിക പുതുക്കുന്ന ഘട്ടത്തിൽ UDF-ന്റെ 100 കണക്കിന് കള്ളവോട്ടുകളുടെ വിവരങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരികയും അധികൃതർക്ക് അവ നീക്കം ചെയ്യേണ്ടി വരികയും ചെയ്തിരുന്നു. രണ്ടാം വാർഡിൽ മാത്രം 150ഓളം അനധികൃത വോട്ടുകളാണ് UDF ചേർക്കാൻ നൽകിയിരിക്കുന്നത്. UDF-ന്റെ കള്ളക്കളി നടക്കാത്തതിനെ തുടർന്ന് നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറി സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും നേരെ വധഭീഷണി മുഴക്കിയതും അസഭ്യവർഷം ചൊരിഞ്ഞതും നാട് മുഴുവൻ മനസ്സിലാക്കിയതാണ്. UDF നേതാക്കൾ ഇതിന്റെ ഭാഗമായി പോലീസ് കേസിൽ പ്രതികളാണ്. 40 വർഷത്തെ പഞ്ചായത്തിലെ UDF-ന്റെ മുൻ ഭരണത്തിനെതിരായ ജനവിധി ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അതിക്രമത്തിലേക്ക് UDF നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും വോട്ടർ പട്ടിക പുതുക്കാൻ അവസരം വന്നപ്പോൾ മുൻപ് അനധികൃതമെന്ന് മനസ്സിലാക്കി നീക്കം ചെയ്ത 100 കണക്കിന് വോട്ടുകൾ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ UDF അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് LDF തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തി വരുതിയിലാക്കാനാണ് UDF ശ്രമിക്കുന്നത്. ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്ന് ബോധ്യമായപ്പോഴാണ് സെക്രട്ടറിയെ തട്ടിക്കൊണ്ടുപോയെന്ന് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതും കള്ളപ്രചാരവേല സംഘടിപ്പിക്കുന്നതും എന്ന് LDF നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ A. മോഹൻദാസ, ശ്രീജിത്ത് മുടപ്പിലായി, വത്സരാജ് മണലാട്ട്, ബോബി മൂക്കംതോട്ടം, സമ്പത്ത് നരിപ്പറ്റ, കമ്പിൽ ദിവാകരൻ, VP കുഞ്ഞികൃഷ്ണൻ, CH മോഹനൻ, KP കുമാരൻ, T. സുഗതൻ എന്നിവർ പങ്കെടുത്തു. ഇവിടെ നാദാപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ക്രമീകരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചപ്പോൾ 100 കണക്കിന് വരുന്ന കള്ള വോട്ടുകൾ പിടികൂടപ്പെടുകയും അവ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവങ്ങളുണ്ടായി. UDF-ന്റെ വോട്ടുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് ഭർത്തൃകത്ത് താമസിക്കുന്ന ആളുകൾ, അതുപോലെ താമസം മാറി മറ്റ് വാർഡുകൾ താമസിക്കുന്ന ആളുകൾ, സ്ഥലത്തില്ലാത്ത ആളുകൾ, ഇങ്ങനെ അനർഹമായ ഒട്ടേറെ പേരെ കുത്തി നിറച്ചുകൊണ്ടുള്ളൊരു പട്ടികയാണ് ആധാർ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടിക ഉണ്ടായിരുന്നത്. എന്നാൽ LDF-ന്റെ പ്രവർത്തകന്മാർ തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ സമർപ്പിച്ചതിൻ്റെ ഭാഗമായി വോട്ടുകൾ നീക്കം ചെയ്യേണ്ടി വന്നു. അങ്ങനെ അനധികൃതമായ വോട്ടുകൾ നീക്കം ചെയ്തപ്പോൾ UDF നാദാപുരം പഞ്ചായത്തിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ.